കൈ സൂക്ഷിച്ചു പോയ മകനോട് പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞെന്താണ്? സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ 2 അല്ലേ, മർക്കോസിൻ്റെ സുവിശേഷം, കൈ ജന്മനാ സൂക്ഷിച്ചു പോയ ആളാണ്. അയാളെ കണ്ടപ്പോൾ ഈശോ അയാൾ കർത്താവിനോട് സുഖപ്പെടുത്താമെന്നും പറഞ്ഞില്ല. പക്ഷേ കണ്ടപ്പോൾ കർത്താവിന് കണ്ണ തോന്നി പറഞ്ഞു, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ അയാളെന്നെ തിരിച്ചു പറഞ്ഞത്, അയാൾക്കിങ്ങനെ കൈ നീട്ടാൻ പറ്റത്തില്ലല്ലോ, അയാളുടെ കൈ ഇങ്ങനെ കുറുകി കൂടി ഇരിക്കില്ലേ. ഐ കാൻ ജീസസ്, പറ്റണില്ല കർത്താവേ എന്ന് പറഞ്ഞു. പറ്റണില്ല കർത്താവേ. അത് വലിയ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് സുഖം പ്രാപിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, ആരും നമ്മൾ ചോദിക്കാനില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല. ഇറ്റ്സ് എ ട്രാജഡി. അത് ഈശോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ബാങ്കുകാരെ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു വിചാരിച്ചു, അല്ലെ ഗവൺമെൻറ് തന്നെ നമുക്ക് സ്കീമിൽ പെടുത്തി വീട് വെച്ച് തരാം, 3-1 നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ സ്കീമൊക്കെ വരണത്, അല്ലേ? അടുത്തിടയ്ക്ക് കെട്ടിക്കാണിക്കണമെന്നൊക്കെ പറയും. അപ്പം അല്ലെങ്കിൽ സ്ഥലം നമുക്ക് വേണമെന്ന് പറയും. സ്ഥലം ഉണ്ടെങ്കിൽ വീട് തരത്തു. സ്ഥലവും വീടും തരത്തില്ലല്ലോ. സ്ഥലം ഉള്ളവർക്കാണ് വീട് കിട്ടുന്നത്. പക്ഷേ സ്ഥലവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ മർക്കോസിൽ കാണുന്നത്. എന്താ കാര്യം? ജന്മനായാൾക്ക് കൈ കുറുകിയിരിക്കുക. ഈശോയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്, കൈ നീട്ടാൻ പറഞ്ഞ്. ഇത് ജന്മന കുറുകി ഇരിക്കണതിൽ എങ്ങനെ നീട്ടാൻ പറ്റും? അയാൾക്ക് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റണില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. അയാൾക്ക് ആനുകൂല്യം കിട്ടാൻ പോകുന്നു, അനുഗ്രഹം കിട്ടാൻ പോകുന്നു, പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഇയാൾക്കില്ല. അങ്ങനെ 10,000 പ്രാർത്ഥിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3:2, മത്തായിയുടെ സുവിശേഷത്തിൽ 19:9 ശുശ്രൂഷ ഉള്ളത്, ഭാഗമുള്ളത്. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനാണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം തന്നുകൊണ്ടാണ് നമുക്കിത് നോക്കേണ്ടി വന്നത്. ആ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ മെസ്സേജാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. കാരണം അയാൾ ജന്മന കൈ സൂക്ഷിച്ചു പോയ, അല്ലെ വെറുതെ കൈ സൂക്ഷിച്ചു പോയി, കാറാപകടത്തിൽപ്പെട്ട് കൈ സൂക്ഷിച്ചു പോകത്തില്ല. ഇത് ജന്മന കൈ സൂക്ഷിച്ചു പോയ ആളാണ്. പാരമ്പര്യമായിട്ട് സ്വത്തില്ല, പാരമ്പര്യമായിട്ടില്ലേക്ക്, പാരമ്പര്യമായിട്ട് അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് സ്വത്തില്ലാത്ത ആൾക്കാരില്ലേ, പാരമ്പര്യമായിട്ട് ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ട്, പാരമ്പര്യമായിട്ട് കുറേ പഠിക്കാൻ കഴിവില്ലാത്ത, പഠനം പാരമ്പര്യമായിട്ട് അങ്ങനെ കുറേ കുറവുള്ള ആൾക്കാരുണ്ട്. ഇവരെ ഈശോ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ മത്തായിയുടെ സുവിശേഷം 12:9. അവനെ ഈശോ നോക്കി. 12:9 എന്താ പറയുന്നത്? യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാം. അത് വേറൊരു വിഷയം. അതിനുശേഷം അവസാനം വരേണ്ടത്, അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? അവിടെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിന് മറുപടി പറയണത്. അവിടെ യേശു കുറ്റം ആരോപിക്കാൻ വേണ്ടി, ഇവൻ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെ അവനോട് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട് ഈശോ. കൈ നീട്ടാൻ പറയുന്നുണ്ട്. മത്തായി 12:13. നമുക്കറിയാമല്ലേ, കൈ സൂക്ഷിച്ചു പോയതിനോട് എത്ര കൈ നീട്ടിയാലും നീട്ടാൻ നിനക്ക് ഒരു പരിമിതിയുണ്ട്, അല്ലേ? കൈ സൂക്ഷിച്ചു പോയി. അപ്പോഴേ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമോ? കർത്താവ് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആരാധന അഭിഷേകമാകണത്. ഇത് ഞാൻ പഠിച്ച വചനമല്ല, ഈ ചിന്തിച്ച പോലെ ഇരിക്കുന്ന വചനമല്ല, ഇപ്പം ഈ തന്ന വചനമാണ്. എന്താ പ്രശ്നം വെച്ചാൽ, കൈ സൂക്ഷിച്ചു പോയതിനോട് കൈ നീട്ടാൻ ഈശോ പറയുകയാണ്. അവൻ എന്തുമാത്രം നീട്ടാൻ പറ്റും? പരിമിതിയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? എന്താണ്? കൈ സൂക്ഷിച്ചു പോയി കൈ നീട്ടാൻ പറ്റണില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? കർത്താവ് ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കും. എന്താണ്? നിൻ്റെ കൈ നീട്ടാൻ പറ്റണില്ല. ദാറ്റ് മീൻസ് യു ലോസ്റ്റ് യുവർ മെറിറ്റ്. ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് വർക്ക് ചെയ്യേണ്ടത്. യോഗ്യതയും അതുപോലെ തന്നെ കൃപയും. കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനോട് കൈ നീട്ടാൻ പറയുകയാണ്. പക്ഷേ അയാൾക്ക് മെറിറ്റില്ല, ജന്മനെ കൈ സൂക്ഷിച്ചു പോയിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ പ്രൊവിഷൻ എന്താ? പിന്നെ സാധ്യത എന്താ? പണമില്ല, വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾക്കും പരിമിതികൾ, ജീവിതത്തിൻ്റെ പരിമിതികളുണ്ട്. വി ലോസ്റ്റ് അവർ മെറിറ്റ് ബൈ ബർത്ത്. ജന്മനായി ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമുക്കില്ല. അപ്പോൾ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്.
പക്ഷെ അവൻ്റെ കൈ നീട്ടാൻ പറഞ്ഞിരിക്കുന്നു. അവൻ പറയണത് ഐ കാൻ ജീസസ്, പറ്റണില്ല. അവൻ നീട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിളിൽ, പക്ഷേ ഈശോ പറയും നടക്കത്തില്ല. പിന്നെ എന്താണ് അവരുടെ ഓപ്ഷൻ? എന്താ? അതിനാണ് ഈശോ പറയണത് 12. അതിനൊരു ഈശോ മറുപടി അവൻ പറഞ്ഞു, നിങ്ങൾ 12:11 മത്തായിയുടെ സുവിശേഷം ഏറ്റു പറഞ്ഞു. അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തന്റെ ആട് കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? പിടിച്ചു കയറ്റണമെങ്കിൽ കൈ വേണ്ടേ? അത് ആരുടെ കയ്യിലാണ്? ആടിന്റെ കൈയാണോ? അല്ല, ദൈവത്തിന്റെ കൈ. നിന്റെ കൈ സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ കൈ നിന്നിലേക്ക് നീണ്ടുവരും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവിഷനില്ലേ? ഇപ്പം നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിൻ്റെ ഒരു ഷെയർ ഇടാൻ നിനക്ക് പറ്റണില്ലെന്ന് വിചാരിച്ചോ, മെറിറ്റ് ഇല്ല നിനക്ക്. അപ്പോൾ നിനക്ക് കർത്താവിനോട് തുറന്ന് പറയാം, എനിക്ക് ആ മേഖലയിൽ പഠിച്ചിട്ട് മനസ്സിലാകണില്ലെന്ന് നീ പറയണം. ചില പറയത്തില്ല, അച്ഛാ ഇനി ഞാൻ എന്ത് പഠിക്കുമോ, എനിക്കിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ OETക്ക് സ്പീക്കിങ് പോണത്, ഇനി എനിക്ക് പറയാൻ എൻ്റെ ആത്മവിശ്വാസം പോയെന്നാണ് പറഞ്ഞവർ. ഞാൻ ഇനി എഴുതണോ വേണ്ടെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. ഞാൻ പറയണം നീ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? ഞാൻ എന്തിനാണ് പറയണത്? ഞാൻ അമ്മയിൽ ആശ്രയിച്ചല്ലേ പറയണത്. അമ്മ കാര്യം എപ്പോഴും വർക്ക് ചെയ്യണത്, എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത്. നമുക്കറിയാം ബൈബിളിൽ ഇപ്പോൾ ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന ഫേവേഴ്സ്. ചില അച്ഛന്മാരെന്നോട് വളരെ വിമർശനാത്മകമായി ചോദിക്കും, നിങ്ങളിതെന്താ പ്രോഫിറ്റ് തിയോളജിയാണ് പറയണത്, സമ്പന്നരുടെ ദൈവശാസ്ത്രമാണ് പറയണത്, എപ്പോഴും ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയണതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനവിടെ പറയും, നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത്. കാര്യം ബൈബിള് ജനത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തിക മേഖലയിലല്ല വർക്ക് ചെയ്യണത്. ഇപ്പം കുഞ്ഞുങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ ചോദിക്കണത്? മീൻ വല്ലതും ഉണ്ടോ? അതാണ് സംഭവം. അതാണ് മൈൻഡ് ഓഫ് ഗോഡ്. മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറയണത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു ആധ്യാത്മികത ബൈബിൾ പ്രൊമോട്ട് ചെയ്യണില്ല. കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു അവസ്ഥ ദൈവ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈശോ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മിണ്ടാണ്ടോടെ നിന്നാൽ പോരെ? വള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് വെളുപ്പാങ്കാലത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണത് അത്രയ്ക്ക് വലിയ വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പറയാൻ എന്താണ്? കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. അതല്ലേ 21:6 എന്താ പറയണത്? രാത്രി മുഴുവനും എന്ന് പറഞ്ഞേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഇത് തന്നെയാണ് പിള്ളേര് വന്ന് ഇവിടെ പറയണത് പരീക്ഷയ്ക്ക്. അച്ഛാ, രാത്രി മുഴുവനും പഠിച്ചിട്ടും ഇപ്പത്തെ തലയിൽ ഒന്നും ഇല്ലെന്ന് പറയും. ഇതല്ലേ സെയിം തിങ് അല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കാശ് രൂപ വെഞ്ചരിച്ച് കൊടുക്കും. എല്ലാവർക്കും, പ്രൊഫഷണൽ എല്ലാ പരീക്ഷക്കാർക്കും കൊടുക്കും, എല്ലാ ദിവസവും കൊടുക്കും. എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവർക്ക് മെറിറ്റ് പോയാലും ഗ്രേസ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനിവിടെ പറഞ്ഞു കൊടുക്കും, ഇൻ കേസ് മെറിറ്റ് പോയാൽ, മെറിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ ഇന്നലെ ഒരു കൊച്ച് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉരുണ്ട് പടച്ച് താഴെ വീണ്. അപ്പം എൻ്റെ തലയിലൊക്കെ പൊട്ടി. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കൊണ്ടുവന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചിട്ട് ആളെ ഇവിടുന്ന് തന്നെ കാറ് വിളിച്ച് കൃപാസനത്തിൽ നിന്ന് ചിലവെടുത്ത് അവരെ കുഞ്ഞിനെ കൊണ്ടാക്കി. പക്ഷേ ആൾ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. മനുഷ്യന്മാരായി കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെറിറ്റ് പോകും, നമുക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ട് ഇതല്ലേ ഇതിപ്പോൾ കാഷ്വാലിറ്റി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് സംഭവിച്ചതുകൊണ്ട് നമുക്കത് ഞങ്ങൾ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്ത് സന്തോഷം. കാര്യം ഇവിടെ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾ കടപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൻ്റെ അപ്പം ഫോളോ അപ്പ് ചെയ്യും ആ വ്യക്തിയെ. അപ്പം അങ്ങനെ കാര്യം ഒത്തിരി ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമ്മുടെ കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അവോയ്ഡ് ചെയ്യത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലത് ഇപ്പോൾ ഇത് ഞങ്ങൾ കണ്ടതുകൊണ്ട് ഉടനെ അത് ആക്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അറിയത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് അങ്ങനെ
ഒരു സിറ്റുവേഷൻസാണ് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉണ്ടായെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പരീക്ഷ എഴുതണമെന്ന് പറയും. എന്താ കാര്യം? മെറിറ്റേ പോയിട്ടുള്ളൂ, നമ്മുടെ യോഗ്യതയെ പോയിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങൾക്കും മെറിറ്റും ഉണ്ടാവും, ഗ്രേസും ഉണ്ടാവും. ഉടമ്പടി വർക്ക് ചെയ്യണത് എപ്പോഴും ഗ്രേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല, ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യൻസ് 2:8 നിങ്ങളുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടു. ഇതിൻ്റെ ബേസിക് ഫോർമുലയാണ്, ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയാണ്. നിങ്ങളുടെ അപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല, ഒരു 8 കവനൻറ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ? ആദത്തിൻ്റെ കവനൻ്റ്, ഏദൻ തോട്ടൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതിനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റ്, എബ്രാഹുമായി നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതുപോലെ തന്നെ മോസസുമായി നടത്തിയ കവനൻ്റ്, ജോഷുവയുമായി നടത്തിയ കവനൻ്റ്, ദാവീദുമായി നടത്തിയ കവനൻ്റ്, പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റ്. എല്ലാം ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യണത് 2 ഫോർമുല. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ യോഗ്യതയല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പം മെറ്റീരിയൽ, നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഠനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മളുടെ കുടുംബം, നമ്മുടെ സ്വാധീനം, റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി എല്ലാം മെറിറ്റാണ്. ഈ മെറിറ്റ്, ഒരു മെറിറ്റും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ ഇപ്പോൾ ഈശോ സിമ്പിളാക്കുന്നത് 12:9 എന്താണ്? ജന്മനാ കൈ സൂക്ഷിച്ചു പോയി, മെറിറ്റില്ലെന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ഞാൻ ഈ 21-ാം സങ്കീർത്തനം 21-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ അധ്യായമാണ് വെളുപ്പിനെ പ്രാർത്ഥിച്ചത്. പഠിക്കണ കാര്യമില്ലല്ലോ, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നോട്ടനുസരിച്ച് ഞാനത് ശുശ്രൂഷ നടത്തുന്നതാണ്. അതിന് പഠിക്കണത് വ്യാഖ്യാനങ്ങൾ സഭയുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് നോക്കാൻ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ. സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സഭയുടെ ഒഫീഷ്യൽ ടെസ്റ്റ്, ബൈബിൾ വ്യാഖ്യാനം നമുക്ക് വായി തോന്നണ പോലെ പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഭയുടെ ഓൾട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടുന്ന് അഭിഷിക്തനല്ലേ സംസാരിക്കണത്. അപ്പോൾ നമ്മളെപ്പോഴും സഭ എന്ത് ഈ വിഷയത്തിൽ പറയുന്നു എന്ന് നോക്കിയിട്ട് സഭയുടെ പഠനങ്ങളെ പൂരകമാക്കാനേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എപ്പോഴും നോക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കണത് സഭ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യാസം വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഷണം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഞാൻ നോക്കും, സത്യമായിട്ട് നോക്കും. പക്ഷേ പലതും ഈശോ ഇവിടെ ഇപ്പം തന്നെ ഇപ്പോൾ ഈ കൈ സൂക്ഷിച്ചു പോയ മനുഷ്യനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? അത് അയാൾക്ക് ഫുൾ മെറിറ്റ് പോയ ഒരാളാണ്, കംപ്ലീറ്റ് മെറിറ്റ് ഇല്ല. എന്താണ്? ജന്മന അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ ഈശോ പറയണത്? അയാൾക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫുൾ ഗ്രേസാണ്. അതിന് ഈശോ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കൈയാണ് നീണ്ടു വരണത്. അയാളുടെ കൈ നീണ്ടു വരാൻ പറ്റണില്ലല്ലോ, ജന്മനല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നിൻ്റെ ജന്മം ഇങ്ങനെയാണ്, നിൻ്റെ വിധിയാണിതെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മനസ്സിലായില്ല? പല ആൾക്കാരും നമ്മുടെ വിധിയാണ്, അത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൈവിടും. പക്ഷേ ദൈവം വിധിയാണെന്ന് പറയും, കൈ സൂക്ഷിച്ചു പോയി, അത് നിൻ്റെ വിധിയാണ്, അത് നിൻ്റെ ജന്മമാണെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ആരുടെ, അതാണ് 12:11 അല്ലേ? എന്താ എത്രയാ മോളെ? 12:13. അതായത് നിങ്ങളിൽ ആരുടെ ആടാണ് കിണറ്റിൽ വീണുപോയാൽ അതിനെ ശാപത്തിൽ പിടിച്ചു കയറ്റാത്തത്? അപ്പോൾ പിടിച്ചു കയറ്റുന്നത് ആരുടേതാണ്? ആടിൻ്റെ കൈയൊന്നും അല്ലല്ലോ, അകപ്പെട്ടവൻ്റെ കൈയാണോ? അല്ല, രക്ഷിക്കാൻ വന്നവൻ്റെ കൈയാണ്. രക്ഷിക്കാൻ വന്നവൻ ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ കൈകൾ നിൻ്റെ നേരെ നീളും, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേലെ നീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവത്തിലെ, നിനക്ക് ഒരു മെറിറ്റും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പം ചിലർ ഉടമ്പടി എടുത്തിട്ടും അവർക്കറിയാം, അവർക്ക് വയസ്സ് 47 ഇനിയിപ്പോൾ ഏത് പെണ്ണിനെ കെട്ടാനാണ്. ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കണതാണ്. അവർ ഉടമ്പടി എടുക്കും, എന്നിട്ട് അവർ പണ്ടത്തെ പോലെ തന്നെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതല്ല, എനിക്ക് വയസ്സ് 47, ഇനി ഏത് പെണ്ണെ കെട്ടാനാണ്, എല്ലാവരും കരടായി പോകുകയുള്ളൂ, നമുക്ക് വേണ്ട. അത് ചോദിച്ചിട്ട് ഇവൻ്റെ മെറിറ്റ് വെച്ച് ഇവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോകും. ദാറ്റ് ഇസ് നോൺസെൻസ് എന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായില്ലേ? നിനക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല, ഫിസിക്കൽ മെറിറ്റില്ല, ഭൗതികമായ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഫയൽ ക്ലോസ് ചെയ്യരുത്.
നിൻ്റെ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരികയാണ് ദൈവം. മനസ്സിലായേ? സബ്സിഡിയും ഉണ്ട്, ഗ്രാൻഡും ഉണ്ട്. ചിലപ്പോഴും നീ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരും. കഴിഞ്ഞ ദിവസം റീന ലാലു എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, കൊല്ലത്തുകാരത്തിയ ജോഷ് ബീന ലാലുവിൻ്റെ സാക്ഷ്യത്തിൽ വരുന്നതേ ബീന ലാലുവിൻ്റെ മകനാണ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. സാക്ഷ്യം എല്ലാം കേൾക്കണേ. സാക്ഷ്യം ഈ ഉടമ്പടി ആയ കാരണമേ, ഉടമ്പടി സാക്ഷിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കണം, ബൂസ്റ്ററാ. കാര്യം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിക്കാർക്ക് എന്തെങ്കിലും തരത്തിലൊരു പമ്മിങ് വന്നു കഴിഞ്ഞാൽ 2 സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ബലം പ്രവർത്തിക്കും. എന്താ കാര്യം? ദൈവം അനുദിനം ചെയ്യണതാണ്, പണ്ട് ചെയ്തതല്ല, ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഇപ്പോൾ ബീന ലാലു അല്ലേ, ബീനാൻ്റെ സാക്ഷ്യം, ബീനാൻ്റെ സാക്ഷ്യത്തെ ബീനാമൻ്റെ മകന് ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാട്ടിൽ നിന്ന് കുറേയൊക്കെ ജോലിക്ക് അന്വേഷിച്ച് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇവരെ ഇവിടുന്ന് ഏജൻറ്റ് കൊണ്ടുപോയി, ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കോഴിക്കോടുകാരൻ ഒരു ഫോട്ടോഗ്രാഫർ അവനെ കണ്ടു. അവനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു ശരി, ഇവൻ പഠിച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ, പഠിച്ച ജോലി അവിടെ കിട്ടണില്ല, ഭക്ഷണം കഴിക്കണ്ടേ, താമസം വേണ്ടേ. അപ്പോൾ ഇവൻ്റെ താമസം എന്ന് പറയണത് ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ച് പിന്നെ ഈ ഫോട്ടോഗ്രാഫർ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. പക്ഷേ 1 മാസം ജോലി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫർ, പുള്ളി ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാരെ കൊണ്ടുപോവുക, 1 മാസം നിർത്തുക, വിസ കൊടുക്കുക, എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക, എന്നിട്ട് വിസയുടെ കാശ് 1 ലക്ഷം ചോദിച്ച് ഇവൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവർ കേസിൽ കൊടുക്കുക. ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്ന ഒരാളാണ്. എന്തെല്ലാം തരം ഫ്രോഡ് പാർട്ടിയാണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചേക്കുന്നത്. കൈ നനയാതെ മീൻ പിടിക്കുന്നവന്മാരുടെ അണ്ണന്മാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ ഫോട്ടോഗ്രാഫിന് ജോലി കൊടുത്തിട്ട് ഇവന് 1 മാസം ജോലി എടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം കലാപരിപാടി പോരാ, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പോരെ, പാവപ്പെട്ടവനെ ഡിസ്മിസ് ചെയ്ത അവസാനം അപ്പോഴേ ബാക്കിയെല്ലാം ഇവൻ്റെ കയ്യിരിക്കുകയല്ലേ, പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലല്ലേ. എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ട്, നീ വേറെ ഇവിടെ ജോലിയൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കാൻ പറയും. അവനെവിടെ ജോലി ഇടാനാണ്. ഇനി ജോലി കിട്ടാത്തതിന് റിലീവിങ് ഓർഡർ കൊടുക്കണ്ടേ? റിലീവിങ് ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വിസ വെച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ മേടിക്കും. ഇതാണ് പുള്ളിയുടെ കൃഷി. 1 മാസം നിർത്തുക, ഡിസ്മിസ് ചെയ്യുക, അവരെ കൊണ്ട് വേറെ എവിടെയും ജോലി എടുപ്പിക്കുക, വിടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങിക്കുക. അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ മുസ്ലിം പള്ളിയിലേക്കാണ് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ്. മുസ്ലിം പള്ളിയുടെ വാതിക്കലേ അവിടെ കിടക്കാൻ സ്ഥലമില്ലല്ലോ, അവനെ പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ അവനവിടെ കറങ്ങി നടന്നപ്പോൾ ഈ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാകുമല്ലോ, പള്ളികളുടെയൊക്കെ വരാന്തേക്ക് രാത്രി കിടന്നുറങ്ങും. എന്തെങ്കിലും തണുപ്പും ചൂടുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അമ്മയോട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മ ഇത് ആരോടും പറഞ്ഞില്ല. എന്താ കാര്യം? ഭയങ്കര വിഷമമല്ലേ, മകൻ ചെന്നിങ്ങനെ അകപ്പെട്ടു, അവൻ്റെ അതുകൊണ്ട് അവന് ജോലിയും പോയി, ഭക്ഷണത്തിന് മാർഗ്ഗമില്ല, അവന് വിഷമമായി. അപ്പോൾ ഈ അമ്മ ഉടനെ ഈ ബീന ലാലു ഉടനെ ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആരോടും പറഞ്ഞാൽ നാട്ടിൽ പറഞ്ഞ നാണക്കേടല്ലേ, അത് കാരണം ഇവളുടെ അനിയത്തി ഹൈദരാബാദിലാ മറ്റേ ഉണ്ട്. ഹൈദരാബാദിൽ അനിയത്തിനെ വിളിച്ച് പറയും. എന്താ പറയണത്? എടി ഇങ്ങനെയാണ്, കൊച്ചിന് ഭക്ഷണമില്ല, അവനവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, രാത്രി ഉറങ്ങാൻ സ്ഥലം പോലും ഇല്ല, എന്ത് ചെയ്യുമെന്ന് ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അനിയത്തി പറയേണ്ടൊരു വാക്കുണ്ട്, ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോഴേ നമ്മളെന്താ എന്താ മനസ്സിലാക്കണത്? നമ്മൾ കേൾക്കണത് അനിയത്തിന് ആരെങ്കിലും ഗൾഫിലുണ്ടാവും, അവനെ അവിടെ ജോലി കൊടുക്കാമെന്നേ പറഞ്ഞു. അതല്ല അവൾ കൊടുക്കണത്. അവൾ പറയണത് കൃപാസനത്തിൻ്റെ നമ്പരാണ് കൊടുക്കണത്. ഇതാണ് വ്യത്യാസം. ഈ മനുഷ്യന്മാരുടെ വിശ്വാസത്തിന് നിലവാരം കണ്ട. ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞുതരാം. ഇതൊരു നമ്പരാണ്, ഇതൊരു മരിയൻ ധ്യാനകേന്ദ്രം, ആലപ്പുഴയിലുള്ള മരിയൻ ധ്യാനകേന്ദ്രമാണ്. ഇത് നമ്പർ ഇതാണ്. അപ്പോഴ് റീന പറയും, ഇപ്പം 10 മണിയായി, ഇപ്പം ആരെ വിളിക്കാനാണ്? അല്ല, ഇപ്പം രാത്രി എടുക്കുന്ന നമ്പറാണിത്, വിളിച്ചോളാൻ പറയും. ഉടനെ രാത്രി വിളിക്കുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് കീപ്പർ നമ്പർ കിട്ടും. നമ്പർ ഇടുക പറയും, ഇത് ആലപ്പുഴയാണ്, നിങ്ങൾ കൊല്ലമല്ലേ, രാവിലെ കലവർ വരാൻ പറയും, വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയും. ഉടനെ ചേട്ടായി ഈ ബീന പറയണത്, ഞാനും ഭർത്താവും കൂടി 5 മണി വരെ, ഭർത്താവിന് 5 മണിക്ക് പോകണമല്ലോ ആലപ്പുഴയ്ക്ക്,
അതുകൊണ്ട് ഞാനും ഭർത്താവും കൂടി 5 മണി വരെ മുട്ടയിൽ നിന്ന് കൊന്തയില്ല എന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട, അതാണ് സാധനം. ഒരു വിഷയത്തെ എങ്ങനെയാണ് മനുഷ്യന്മാർ, അതായത് 5 മണിക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാവുന്നതാണ് ആൾക്കാർ പറയണത്. 5 മണിക്ക് ആലപ്പുഴയ്ക്ക് പോകേണ്ടതല്ലേ, എന്നാൽ നേരത്തെ കിടന്നേക്കാവുന്നല്ലേ സാധാരണ ചെഴുത്തിമാർ പറയത്തുള്ളൂ. ഇവിടെയാണ് ഈ ട്വിസ്റ്റിങ് വരണത്. ഇവർ പറഞ്ഞത് എന്താണ്? 5 മണിക്ക് പോകേണ്ടതല്ലേ, നമുക്ക് 5 മണി വരെ പ്രാർത്ഥിക്കാം. 5 മണി വരെ പ്രാർത്ഥിച്ച് അത് ഈ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു നിങ്ങൾ ഒരു ഓക്കെ ആണെന്ന് തോന്നിയാൽ ആ നിമിഷം മുതൽ ബ്ലെസ്സിങ് ആരംഭിക്കും. അവിടെയാണ് പ്രശ്നം. ആ ദിവസം വേറെ അതായത് അത് പറയാൻ കാരണമേ, അത് നിങ്ങൾ അറിയണത് നല്ലതായിരിക്കും. ഉടമ്പടി എടുത്ത് കണ്ണുപോയ ആൾക്കാരുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ആഴ്ച. ഉടമ്പടി എടുത്ത് 2 കണ്ണും പോയി. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സാക്ഷി എന്താണ്? അത് ജെൻസി ബാബു എന്ന് പറഞ്ഞ് ഒരു മാർത്താമ്മ ചേച്ചിയാണ്. മാർത്താമ്മ ചേച്ചി ഉടമ്പടി എടുത്ത് അത് ഈ ആഴ്ചത്തെ സാക്ഷിയാണ്. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അവർ ആത്മാർത്ഥയോടെ ആ സാക്ഷ്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് അവർ പറഞ്ഞ ഇതാണ്, ഞാൻ ഉടമ്പടി എടുത്തു, നേരത്തെ ഇട്ട് കാശിലും കിട്ടി, അതൊക്കെ ഞാൻ കെട്ടി മലയിലിട്ട് അങ്ങനെ നടന്ന്, പിന്നെ എൻ്റെ മകളുടെ കല്യാണമായി പോയി. ഞാൻ പിന്നെ കല്യാണമൊക്കെ ആയിട്ട് മകളുമൊക്കെ മകനൊക്കെ ആയിട്ട് കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി ഉടമ്പടി പറന്നു പോയത്. അത് അവരങ്ങനെ, ഞാനവരെ കളിയാക്കിയില്ല, അവരെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് തിരിയൊക്കെ കൊണ്ടുപോയി പാകത്ത് വെച്ച്, എന്നിട്ട് ഉടനെ മകളുടെ കല്യാണമായി. മാതാവ് കല്യാണം നടത്തിയിട്ട് അതിന് നന്ദി പോലും പറഞ്ഞില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതായിട്ടാണ് അവർ കരുതിയത്. അതുകൊണ്ട് കല്യാണമൊക്കെ അടിച്ചുപിടിച്ച് നടത്തി സൂപ്പർ കല്യാണമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മരുമകനും മകളും ഒക്കെ ആയിട്ട് ഈ മാളുകളിൽ കറങ്ങി നടക്കുകയായിരുന്നു കുറേ നാൾ. അങ്ങനെ പിന്നെ സാധാരണ ആസ് യൂഷ്വൽ ഇടയ്ക്കൊക്കെ ബൈബിളൊക്കെ വായിക്കും. ഒരു ദിവസം ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം വന്നപ്പോൾ ഇവർക്കൊരു മൈഗ്രെയിൻ വന്ന്, അതോട് 2 കാഴ്ചയും പോയി കണ്ണിൻ്റെ. അവരത് എടുത്തു പറയുന്നുണ്ട്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം എൻ്റെ കാഴ്ച പോയെന്ന്. പക്ഷേ ആ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതികൾ ഭയങ്കര രസമാണ്. അവർ ഭയങ്കര ധൈര്യശാലിയാണ്. സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. സ്റ്റെപ്പായിട്ടാണ് ഈ കാഴ്ച പോണത്. ഒരെണ്ണത്തിൻ്റെ 60% കാഴ്ച പോയി, ഒരെണ്ണത്തിൻ്റെ 76% കാഴ്ച പോയി. അവസാനം ഭർത്താവ് ഇവരെ പിടിച്ച് നടത്താൻ തുടങ്ങി. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഭാര്യനെ പിടിച്ച് നടത്തുകയാണ്. അപ്പോഴും പറയുന്നത് എനിക്ക് നല്ല ധൈര്യമായിരുന്നെന്ന്. അത് എന്ത് ധൈര്യമാണ്? തൻ്റെ ഇടമല്ല. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നത്, ഇവർ സാധാരണ എന്തോ പ്രാർത്ഥനയ്ക്ക് പോയി ഓരോരോ സ്ഥലങ്ങളിൽ ചെയ്യണ പോലെ എന്തോ യാന്ത്രികമായിട്ട് ചെയ്ത പരിപാടിയാണ്. അതിൻ്റെ അകത്ത് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നമായി പോയത്. അവസാനം ഇവർ ഇത് സുഖപ്പെടുമല്ലോ, മരുന്ന് കഴിക്കും. പക്ഷേ മരുന്ന് കഴിക്കും മൈഗ്രെയിൻ കൂടി വരും. പിന്നെ ഇവരെന്നാ ചെയ്യും? പിന്നെ അവസാനം ഇവർക്ക് മനസ്സിലാകും, ഉടമ്പടി വന്ന് പുതുക്കുന്നതോടുകൂടി ഇവിടെ മരുന്നൊക്കെ പിടിക്കാൻ തുടങ്ങും. സ്റ്റീറോയിഡ്. കാര്യം ഈ കണ്ണിൻ്റെ അകത്തുള്ള രന്ധ്രങ്ങളിലെ അതുപോലെ തന്നെ ധമനികളിലും ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യണതിലാണ് കാഴ്ച പോണത്. അവർ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മെഡിക്കേഷനുണ്ട്, പൂർണ്ണമായിട്ട് കണ്ണ് തെളിയുക തന്നെയല്ല. ഡോക്ടർ പറഞ്ഞു ഇതിന് ഇഞ്ചക്ഷൻ ഇടക്കിടക്ക് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനുമില്ല, മരുന്നുമില്ലാതെ കണ്ണ് തെളിഞ്ഞിരിക്കണം. പ്രൈസ്തലാണ്. ആന്തരികമായിട്ട് ഉടമ്പടി ചെയ്ത് ഉള്ള കണ്ണുകൂടി കളയരുതേ. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇതൊരു പക്ക പ്രേയറാണ്. എൻ്റെ പേര് ബിജു. ഞാൻ കൊച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 4-ാം തീയതി 2022 ഞാൻ ക്വാളിഫൈഡ് ആണ്. ഞാൻ IIM കോഴിക്കോട് പഠിച്ച ഒരാളാണ്. സോ ഞാൻ ജീവിതത്തിൽ മൊത്തം ഒരു മെറിറ്റിൽ ജീവിച്ച ഒരാളാണ്. മീൻസ് എപ്പോഴും നമ്പർ 1 ആയിരുന്നു. കോളേജിലായാലും സ്കൂളിലായാലും എപ്പോഴും നമ്പർ 1 ആയിരുന്നു ഞാൻ. ഏത് മേഖലയിൽ പോയാൽ പോലും ഞാൻ അതിനകത്ത് നമ്പർ 1 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ 4-ാം തീയതി എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ദുബൈയുടെ കമ്പനിയിൽ. അപ്പോൾ ഞാൻ പാസ്സായി. ഏറ്റവും ബെസ്റ്റായിരുന്നു ഞാൻ. പക്ഷേ കമ്പനി ഫെബ്രുവരി ആയിട്ടാണ് പറഞ്ഞ് നിങ്ങൾക്ക് വർക്ക് വിസ എല്ലാം ശരിയാക്കി തരാം, ഓക്കെ റെഡി ആയിട്ട് വെച്ചോ. 9 മാസമായി
കുറേ നാൾ ഒരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു കമ്പനിയുടെ എന്താണ് ഇതിന് കാരണം എന്താണെന്ന്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സാമ്പത്തികമായ പ്രശ്നം, ഫാമിലി ഉണ്ട്, എനിക്കൊരു ചെറിയ കൊച്ചുണ്ട്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത്, നീ പോയി കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്ക്, അത് കഴിഞ്ഞിട്ട് മാതാവ് അതിനകത്ത് ഇടപെടും. അപ്പോൾ ഒരു ഓഗസ്റ്റ് ആയപ്പോൾ കമ്പനി എന്നോട് പറഞ്ഞു, ബിജുയുടെ പേരിൽ ബിജുയുടെ വിസ ബ്ലാക്ക് ലിസ്റ്റാണ്. ബിജുയുടെ പേരിലുള്ള വേറൊരാൾ, ആ സെയിം ഫോട്ടോ ഒരാൾ UAE എന്തോ ചെക്ക് എടുത്തു. അതിൻ്റെ പേരിൽ 2 പ്രാവശ്യം കമ്പനി അപ്ലൈ ചെയ്തിട്ട് വർക്ക് വിസ ക്യാൻസലായി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഒരു വിസിറ്റ് വിസയിലോട്ട് കൊണ്ടുപോകാം, ഓഗസ്റ്റിൽ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഷുവർ അല്ല, കമ്പനി ഇങ്ങനെ സമയമെടുത്തുകൊണ്ടിരിക്കുന്നു, പറയുന്നു, പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. 2 ആഴ്ച കൂടുമ്പോൾ പറയും വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ നിരന്തരമായിട്ട് ഈ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ജൂൺ 4-ാം തീയതി തൊട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും എൻ്റെ ജീവിതം ടോട്ടലി ഞാൻ മാറ്റി. ഞാൻ ഈ കാര്യം മാത്രമല്ല, വേറെ 5-6 കാര്യങ്ങളുണ്ട്, അതുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം മൊത്തം മാറ്റിക്കളഞ്ഞു. അപ്പോൾ കമ്പനി അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, ഫോട്ടോ ഒന്ന് മാറ്റിയതാ, ഇപ്പോൾ സെപ്റ്റംബർ 13-ാം തീയതി എനിക്ക് വർക്ക് വിസ കിട്ടി, ദുബായിലോട്ട് പോകാനുള്ളത്. എല്ലാ തടസ്സങ്ങളും മാറി, മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി. പിന്നെ ഞാൻ പറയാനുള്ളൊരു കാര്യം, എനിക്ക് ഈ ഉടമ്പടിയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോസഫ് അച്ഛൻ്റെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ ഈ മെറിറ്റ് എന്താണെന്നും ഗ്രേസ് എന്താണെന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ എപ്പോഴും നമ്പർ 1 ആയതുകൊണ്ട്, ഏത് സ്ഥലത്ത് പോയാൽ പോലും ഞാൻ നമ്പർ 1 ആയതുകൊണ്ട് നമ്മളെപ്പോഴും മെറിറ്റിനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മെറിറ്റ് തീരുമ്പോൾ ഈ ഗ്രേസ് വരുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഉടമ്പടി എന്നെ പഠിപ്പിച്ചു തന്നെ. മാതാവിൻ്റെ ഇടപെടലുണ്ടായാൽ ഈ ഗ്രേസ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പൂർണ്ണത വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ലിസ്റ്റായിട്ട് മാതാവല്ലാതെ അതെ വേറൊരാൾക്കും ഇതിനകത്ത് എന്നെ ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു അതില്ല. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടല്ല. ഉടമ്പടി നിങ്ങൾക്കൊരു പ്രോബ്ലംസിൽ നിന്ന് മാറ്റാനുള്ളതല്ല. ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിതം മാർഗശൈലിയാണ്. മാതാവിനെ കൂടെ കൊണ്ടുപോയി ഈശോനെ കൂടെ നടത്തിയിട്ട് എന്ത് പ്രശ്നങ്ങളിലും നിങ്ങൾ അതിജീവിക്കാൻ നിങ്ങൾക്കൊരു വലിയ ശക്തി തരുന്നുണ്ട് ഈ ഉടമ്പടി. ഇതൊരു എസ്കേപ്പിസം അല്ല, അല്ല ഇത് എന്താ പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഈസി വേ അല്ല. ഇതൊരു ജീവിതശൈലിയാണ്. നിങ്ങൾ മാതാവിനോടൊരു ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ്, ഒരു കവനൻ്റാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നത് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ മിറക്കിൾ. പിന്നെ രണ്ടാമത്തെ ഒരു മിറക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മദർ ഇൻ ലോയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആളെപ്പോഴും പറയും, ആൾക്ക് 70 വയസ്സുണ്ട്, അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ആശുപത്രികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഐ ബിലീവ് പറഞ്ഞ് ഈ ബ്ലെസ്ഡ് ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ച് മമ്മിക്ക് അത് കൊടുത്തു. അന്ന് കഴിഞ്ഞിട്ട് ആൾക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സംഭവമില്ല. 10-12 വർഷമായിട്ട് വന്ന ഒരു പ്രശ്നങ്ങളാണ് അത് മൊത്തം മാറ്റി തന്ന മാതാവ്. അപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ കുറേ സമാധാനമുണ്ട്, കുറേ എന്താ പറഞ്ഞാൽ ജീവിതം ശരിക്കും എങ്ങനെ ജീവിക്കണം എന്ന് വരെ എന്നെ പഠിപ്പിച്ചത് മാതാവാണ്. അതിന് കോടാനുകോടി നന്ദി. നിങ്ങളെല്ലാവരും ഈ ഉടമ്പടി, ഈ ഒരു ശൈലി നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 100% ഏത് കാര്യങ്ങൾ ചോദിക്കാലും അത് കിട്ടും, നേടാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കൃത്യമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.